പത്തനംതിട്ട കോന്നിയിൽ ഇടതു കൺവെൻഷൻ യോഗത്തിൽ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ചയാളോട് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന മുഖ്യമന്ത്രിയുടെ മറുപടി ഏറെ വിവാദമാവുകയാണ്. വോട്ട് ചോദിക്കാൻ ഇടതു സഖാക്കൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചാൽ മതിയോ എന്ന മറുചോദ്യവുമായി വിഷയം കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. ഇതിനിടെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് സദസ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞയാളെ കണ്ടെത്തി. അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശി ദാസ് പി ജോർജാണ് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചത്. എന്നാൽ ചോദ്യം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയുകയായിരുന്നു. പാർട്ടി പ്രവർത്തകനാണ് ദാസ് പി ജോർജ്. ചോദ്യം വികസനത്തെക്കുറിച്ചും കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനെക്കുറിച്ചുമായിരുന്നുവെന്ന് ദാസ് പി ജോർജ് പ്രതികരിച്ചു. താൻ പിണറായി വിജയന്റെ ആരാധകനാണെന്നാണ് ദാസ് പറയുന്നത്. താൻ ചോദ്യം ഉയർത്തിയതുകൊണ്ട് പ്രസംഗം തടസ്സപ്പെടുന്ന അവസ്ഥ വന്നു. അതുകൊണ്ടാകാം മുഖ്യമന്ത്രി അങ്ങനെ പ്രതികരിച്ചത് എന്നാണ് ദാസ് പറയുന്നത്. മുന്നോട്ടുള്ള വികസനത്തിന് പണം വേണം. കേന്ദ്ര ഫണ്ട് തടഞ്ഞിരിക്കുകയാണ്. ഇതേക്കുറിച്ചാണ് ചോദിക്കാൻ തുനിഞ്ഞതെന്നും ദാസ് വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ട് കോന്നിയിൽ നടന്ന LDF കൺവെൻഷനിലായിരുന്നു സംഭവം. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു സദസ്സിലിരുന്ന ഒരാൾ ഒരു ചോദ്യം എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴായിരുന്നു ചോദ്യമെത്തിയത്. ഉടൻ തന്നെ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് മറുപടി പറയുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ UDFകാർ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. പദ്ധതി മുടക്കാൻ നടക്കുന്നവരുടെ കൂടെ ചേരലല്ല. അതുകൊണ്ടാണ് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കാനായത്. ഈ അനുഭവമുള്ള ജനങ്ങളാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ എന്തിന് LDF എന്നാരെങ്കിലും ചോദിച്ചാൽ ഇതെല്ലാം മനസ്സിലുള്ള ജനങ്ങൾ ഇതിന് തുടർച്ച വേണമെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ LDFന് മാത്രമേ സാധിക്കൂ എന്ന് കാണുന്നു. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. ഇവിടെ നാടിൻ്റെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിനാണ് നമ്മുടെ നാട്ടിലെ റോഡുകളാകെ നല്ല നിലയിലാക്കിയത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. ആ ആവശ്യം നിറവേറ്റുന്നതിന് നമ്മുടെ കയ്യിൽ വേണ്ടത്ര കാശില്ല എന്നതാണ് പ്രശ്നം. ആ കാശ് ഖജനാവിൻ്റെ ശേഷി അനുസരിച്ചാണ് നിൽക്കുന്നത്. ഖജനാവിന് അത്രത്തോളം ശേഷിയില്ലാത്തതുകൊണ്ട് നമ്മുടെ പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇത് ദീർഘകാലമായി കിടക്കുന്നൊരു പ്രശ്നമാണ്. എങ്ങനെ പരിഹാരം കാണും? നമ്മളും 2016 അധികാരത്തിൽ വന്നപ്പോൾ ഈ പ്രശ്നമാണ് ഏറ്റവും അധികം നേരിട്ടത്. അന്ന് ഗവൺമെൻറ് കണ്ടു, നമ്മുടെ ബജറ്റിനെ മാത്രം ആശ്രയിച്ച് നമ്മുടെ പദ്ധതികൾ നടപ്പാക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കാലം പിടിക്കും. അപ്പോൾ വേറൊരു സാമ്പത്തിക സ്രോതസ്സ് വേണം. അങ്ങനെയാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. അന്ന് ഗവൺമെൻറ് പറഞ്ഞിരുന്നത് കേരളത്തിൽ 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യം ഒരുക്കുമെന്നാണ്. പക്ഷേ 2021 50 അല്ല 62,000 കോടി രൂപ നാം ഏറ്റെടുത്ത പദ്ധതികൾക്കുള്ള തുകയാണത്. ഇപ്പോൾ എത്രയാണെന്നറിയോ? 1,10,000 കോടി രൂപയുടെ
പദ്ധതികൾ. ഇതിൻ്റെ തെളിവുകളാണ് കേരളമാകെ. നല്ല റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർബ്രിഡ്ജുകൾ, വിവിധ സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, അവിടെയെല്ലാം വന്നിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ, മറ്റ് പദ്ധതികളുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ, എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം. അവിടെയാണ് ജനീഷ് കുമാർ പറഞ്ഞ രീതിയിൽ എല്ലാ പദ്ധതിയും പൂർത്തിയായിട്ടുണ്ടാവില്ല. ചില പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. അതിൻ്റെ ഒരു ഭാഗം നല്ല നിലക്ക് പൂർത്തിയായിട്ടുണ്ടാകും, ബാറ്റ് ഭാഗം പൂർത്തിയാവണം. ഇതെല്ലാം പൂർത്തിയാകണമെങ്കിൽ, ഇതിനെല്ലാം നല്ല തുടർച്ച വേണമെങ്കിൽ LDFന് മാത്രമേ കഴിയൂ എന്ന് ജനങ്ങൾ കരുതുന്നു. അതാണ് LDFനെ ജനങ്ങൾ എന്തിന് LDF എന്ന ചോദ്യത്തിന് LDF